വിസയ്ക്ക് വേണ്ടി കൊടുത്തത് 27/8/87 കൊടുത്ത 2000, 11/9/87 കൊടുത്ത 5000, 20/12/87 കൊടുത്ത 10000. വിസയോ? പ്രിയ വിശ്വേട്ട, കത്തയക്കാത്തത് എന്ത്? എന്നെയും കൊച്ചിനെയും മറന്നോ? ഇയാള് തന്നെയല്ലേ ഇൻസ്പെക്ടർ റിപ്പർ? റിപ്പർ അല്ലേ? നമുക്ക് ചില്ലറ അബദ്ധങ്ങളെല്ലാം പറ്റിപ്പോയി സാർ. സാറിന്റെ 2 കേസുകളിലായി 3 നിരപരാധികളെ എനിക്ക് ഇരിക്കേണ്ടി വന്നത്. എല്ലാ സത്യവും വെളിവായിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി മറ്റാരുമല്ല, സാറിന്റെ അസിസ്റ്റന്റ് മാനേജർ വിശ്വനാഥ്. അപ്പോ റിപ്പർ? അയാൾ റിപ്പറൊന്നുമല്ല, ഒരു പാവം എക്സ് മിലിറ്ററിക്കാരൻ. അന്നത്തെ 10,000ന്റെ കേസിന് സുരേന്ദ്രനെ വിളിച്ച വിശദമായി സംസാരിച്ചു. അതിന്റെ പിന്നിലും വിശ്വനാഥനായിരുന്നു. നായരെ കൊണ്ട് ചെക്ക് മാറ്റിച്ചതാ. ചിലപ്പോ യഥാർത്ഥ റിപ്പർ അവനായിരിക്കും. ഞാൻ കാണിച്ചത് ആകെ വിഡ്ഢിത്തമായി. നമുക്ക് തിരുത്തണം. സാർ വരണം. എന്നാണ് ഇவ்வளவு താമസം? രാഹുകാലവും കഴിഞ്ഞു. ഒന്നിങ്ങോട്ട് വരാൻ. നിങ്ങളിങ്ങനെ നിന്നാ മതിയോ? എവിടെങ്കിലും പോയെന്ന് അന്വേഷിക്കും മനുഷ്യ. ഉണ്ടാതുകൊണ്ടെങ്ങനെ ഇരുന്നോ? ചെറുക്കനെ അന്വേഷിച്ച് ഈ മുഹൂർത്ത നേരത്ത് ഞാൻ നാർന്നിൽ അലയണമെന്നാണ്. എനിക്ക് വയ്യ എന്റെ ഈശ്വര. എന്റെ കുഞ്ഞിന്റെ തലയിലെഴുത്തിയതാണോ? സത്യം പറയാൻ പറ്റും, എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഈ ആലോചന നടന്നത്. എന്റെ മോളുടെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ മുഴുവൻ ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ടുപോയി. ആര്? ചെറുക്കൻ തന്നെ. എന്താ മേനു സാറ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല എന്റെ ഔസപ്പെ. ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മ കാരണം എന്റെ മോളുടെ ജീവിതം. കരയാതിരിക്കേ. മേനു സാറിന് എന്നോട് വിഷമം തോന്നരുത്. വിഡ്ഢിത്തായിപ്പോയി, മഹാവിഡ്ഢിത്തായിപ്പോയി. അയ്യേ. എന്നാലും ഊരും പേരും ഇല്ലാത്ത ഒരുത്തരെ പിടിച്ച് ഇങ്ങനെ സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആദ്യം മുതലേ എനിക്ക് അവന് സംശയം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ആർക്കും വിശ്വാസമില്ലല്ലോ. അവന്റെ അമ്മൂമ്മയുടെ മന്ത്രി, അമ്മയുടെ നായരും. മുഹൂർത്തം തെറ്റാൻ പോകുന്നു. അല്ല, ഇത്രയൊക്കെ ആയിട്ടും ആ മുകുന്ദൻ ഈ വഴിക്കൊന്നും വന്നില്ലല്ലോ. ഏവനും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ചെതി, സംശയമില്ല. അവൻ കള്ളനാന്ന് തെളിയിച്ചല്ലേ? ചുമ്മാതല്ല പോലീസ് പിടിച്ചത്. എടോ, ഞാനൊരു പെണ്ണിനെ പോറ്റുന്നവനാ. ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ടല്ല തമാശ കളിക്കേണ്ടത്, മനസ്സിലായോ? ഇതിനൊരു തീരുമാനം എടുത്ത് അടങ്ങാൻ പാടുള്ളൂ. വരൂ. ഇത് ഈ തെരുവിൽ തന്നെ നാണക്കം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായിപ്പോ. ഒരു പെരുങ്കള്ളനെ പിടിച്ച് മകളുടെ ഭർത്താവൊക്കെ നമ്മളാരും പറഞ്ഞോ? പോവോ? പെണ്ണിന്റെ സർവ്വ ആഭരണങ്ങളും കൊണ്ടാ കടന്നു കളഞ്ഞിരിക്കുന്ന ചെക്കൻ. മുകുന്ദനും കള്ളനാ. ഇതുവരെ മുകുന്ദൻ ഇവിടെ കേറിയിട്ടുണ്ടോ? അവന്റെ അറിവോടെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നെന്ന് ഉറപ്പാ. പിന്നെ നമ്മളിങ്ങനെ വായി പൊളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മുകുന്ദനോട് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. എന്തേ? വരി, അടച്ചിടോ. ഞാനിനി ജീവിച്ചിരിക്കില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ ഇത് സാറിന്റെ പ്രശ്നമല്ല, ഈ തെരുവിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമാണ്. എടാ കള്ള കഴിവറി, അവൻ എവിടെയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല. നാണമില്ലേ പാവത്തിനിട്ട് തല്ലാൻ? ഇവന്റെ കൂട്ടുകാരൻ ആ പെൺകുട്ടിയുടെ ആഭരണം കൊണ്ട് കടന്നു കളഞ്ഞു. ഏത് കൂട്ടുകാരൻ? സാർ, പെണ്ണിനെ കെട്ടാമെന്ന് പറഞ്ഞ് ചെറുക്കൻ വിശ്വനാഥൻ.
ഇവനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ നാടൻ നടത്തിയത്. അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ആണെന്റെ സാറേ, കാശ് പറ്റി ചാത്തായവനാ ഇവനും. ഇവൻ ചില്ലറക്കാരനൊന്നല്ല. സ്വന്തം കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഈ പാവം കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തല്ലിച്ചതക്കാൻ ആരാ അധികാരം തന്നത്? പറയണം. ആഭരണം കൊണ്ടുപോയാൽ അന്വേഷിക്കാൻ ആരെങ്കിലും മെനക്കെട്ടോ? റാസ്കൽസ് തല്ലാനെത്തിയിരിക്കുന്നു. അവൻ ആരാണെന്നറിയാമോ? ഇക്കാണുന്ന മനുഷ്യരെ മുഴുവൻ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സാമൂഹ്യ ദ്രോഹിയാണ്. കുമാരൻ നായർ, നമുക്ക് ഉടനെ പുറപ്പെടണം. അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കാം. എനിക്ക് വിഷമമുണ്ട്. നമുക്ക് ഇനിയും കാണാം. ഫോൺ വന്നിട്ടുണ്ട്. ഹലോ. ആ, മൂന്നും തന്നെ. ഓ, ഇവിടെ അവിടെ കല്യാണ ചെറുക്കനെ തെരുവിലെ ആൾക്കാർ അന്വേഷിക്കുമ്പോ ദുബായിലേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടോ? ഏയ്, Your attention please. All the passengers proceeding to Bombay are requested for security check immediately. നിന്റെ ഭാര്യ നിനക്ക് അയച്ച കത്ത് ഞാൻ കണ്ടു. എന്നിട്ടൊരു പാവം പെണ്ണിനെ കല്യാണം കഴിച്ചോളാന്ന് വ്യാമോഹിപ്പിച്ച് അവളുടെ ആഭരണം തട്ടിയെടുത്ത് ദുബായിലേക്ക് കിടക്കാൻ നോക്കണോ? എന്താടാ I'm sorry, sir. മുകുന്ദ, എന്നോട് കളിക്കരുത്, എന്നെ തല്ലരുത്. നീ ഡ്രൈവറുടെ ഭാര്യക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാൻ പരസ്യപ്പെടുത്തോടാ. മിനിസ്റ്റർ മുത്തുകൃഷ്ണനോട് പറഞ്ഞ് കോഫെ പോസെ നിയമപ്രകാരം നിന്നെ അകത്താക്കൂടാ. പോകുന്ന ഞാൻ ദുബായ് പോകുന്നത് നിനക്കു കൂടി വേണ്ടിയായിരുന്നടാ. ഈ സിറ്റിയിൽ നിനക്ക് സ്വന്തമായൊരു വീട്, ഒരു മാരുതി കാറ്, അതൊക്കെ ആയിരുന്നില്ലടാ നിന്റെ സ്വപ്നം. പണ്ട് നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ആ കാലം അപ്പോ ഒന്നും നിനക്ക് കേൾക്കുന്നില്ല അല്ലേ? മൂന്ന, എന്റെ ഭാര്യയും കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ എന്നെ കൊല്ലരുത് മൂന്ന. അവരെ ഓർത്ത് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. അവന്റെ ഒരു ദുബായ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നീ എന്നെ നന്നായനെ.